സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ചതിക്കുഴികളുമുണ്ട്. സാധാരണ സ്ത്രീകളാണ് സൈബർ കെണികളിൽ വീഴുന്നത്. എന്നാൽ ഇക്കാലത്ത് പുരുഷന്മാരും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സൗഹൃദം കൂടാൻ എത്തുന്നവരെ. സൗഹൃദം നടിച്ച് അടുപ്പം കൂടാൻ എത്തുന്ന അപരിചിതരായ സ്ത്രീകളുടെ ലക്ഷ്യം പണം മാത്രമായിരിക്കും. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത് യുവതിയും സംഘങ്ങളും ചേർന്നാണ്. മുഖ്യപ്രതി സപ്ന ഉൾപ്പെടുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കിയ ശേഷം സപ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. സമൂഹ മാധ്യമങ്ങളിലൂടെ കുറച്ചു കാലമായി പരിചയമുള്ളവരാണ് കൊല്ലം സ്വദേശിയായ യുവാവും സഫ്നയും. ഈ മാസം 22 വൈകിട്ട് പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിനടുത്തുള്ള ഹോട്ടലിലേക്ക് യുവാവിനെ സഫ്ന വിളിച്ചു വരുത്തി. വൈകിട്ട് 6:30 യുവാവ് ഹോട്ടലിലെത്തി. ഈ സമയം ശുചിമുറിയിൽ ഒളിച്ചിരുന്ന രണ്ടുപേരും പുറത്തുനിന്നെത്തിയ രണ്ടുപേരും കൂടി മാരകായുധങ്ങളുമായി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന് വിസമ്മതിച്ചതോടെ പ്രതികൾ മാറി മാറി യുവാവിന്റെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ഒരാൾ ടോർച്ച് ഉപയോഗിച്ച യുവാവിന്റെ വലത് കൈപ്പത്തിക്കടിച്ചു. തലയ്ക്കടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടത് കൈകൊണ്ട് യുവാവ് തടഞ്ഞു. നട്ടെല്ലിന് പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. സംസാരശേഷിയില്ലാത്ത യുവാവിനോട് ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. യുവാവിന്റെ നഗ്നചിത്രങ്ങൾ പ്രതികൾ പകർത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. സംഘം ചേർന്ന് മർദ്ദനം, ഭീഷണിപ്പെടുത്തൽ, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 5 പേരും കൂടെ അയാളെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. ചാറ്റിങ് ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡാണ്. പരിക്ക് നല്ല പരിക്കുണ്ട്. ബാക്കി ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ വാങ്ങിയതിനാണ് ബാക്കിയുള്ള ഇഞ്ചുറിയുടെ ആരും വ്യാപിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇവർക്ക് വേറെ ആന്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡിയായിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആന്റിജനസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതി സപ്ന ഉൾപ്പെടെ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.